Dear students, in the last class we learnt about quadratic equations. Now let us learn about solving simultaneous equations of two unknowns when one of them is quadratic and the other is a linear equation. For example, solve x minus y equal to 2, 2x square plus 5y square is equal to 23. The first equation x minus y is a linear equation is equal to 2 is a linear equation and 2x square plus 5y square is equal to 23 is a quadratic equation. So how to solve when such two type of equations are given? ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ ഇക്വേഷൻ ലീനിയർ ആണ്, രണ്ടാമത്തെ ഇക്വേഷൻ ക്വാഡ്രാറ്റിക് ആണ്. ടു അൺനോൺസ് ഉണ്ട്, എക്സും വൈയും ഉണ്ട്. അങ്ങനത്തെ കേസിൽ നമ്മൾ എങ്ങനെയാണ് സൊല്യൂഷൻ കണ്ടെത്തേണ്ടതെന്ന് നോക്കാം. ഇപ്പൊ എക്സ് മൈനസ് വൈ ഈക്വൽ ടു 2 ആണ്. അപ്പൊ എക്സ് എന്താ, മൈനസ് വൈനെ ഇപ്പുറത്ത് കൊണ്ടുവരുമ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു 2 പ്ലസ് വൈ വരും. ആ എക്സ് ഇസ് ഈക്വൽ ടു 2 പ്ലസ് വൈ എന്ന് പറയുന്നത് ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷനിൽ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ എന്ത് വരുന്നു, 2 into 2 plus y the whole square plus 5y square is equal to 23 എന്ന് വന്നു. എല്ലാവർക്കും a plus b the whole square അറിയാം. അപ്പൊ അതിനെ എക്സ്പാൻഡ് ചെയ്യാം. 2 into 4 plus 4y plus y square, അതാണ് എക്സ്പാൻഷൻ, plus 5y square is equal to 23. ഇനി 2ന് ബ്രാക്കറ്റ് മാറ്റിയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ 8 plus 8y plus 2y square plus 5y square minus 23, ഇതിനെ ഇപ്പുറത്തേക്ക് എടുത്തു. അപ്പൊ മൈനസ് 23 equal to 0 വരും. അതിനൊന്നും കൂടെ ചെറുതാക്കുക. അതായത് 2y square plus 5y square is equal to 7y square plus 8y minus 15, 23 minus 23 plus 8 ആണ്, minus 15 equal to 0. ഇപ്പൊ ഇത് ശരിക്കും ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആയി. y എന്ന് പറഞ്ഞ ഫംഗ്ഷനിലുള്ള ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആയി. അപ്പൊ വൈയുടെ വാല്യൂ നമുക്ക് അറിയാവുന്നതാണ്, ക്വാഡ്രാറ്റിക് ഫോർമുല ഉപയോഗിക്കാം. മൈനസ് ബി പ്ലസ് ഓ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ബൈ 2a. അപ്പൊ ഇവിടെ a 7 ആണ്, b 8 ആണ്, c മൈനസ് 15 ആണ്. അപ്പൊ അതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. മൈനസ് 8 പ്ലസ് ഓ മൈനസ് റൂട്ട് ഓഫ് 64 മൈനസ് 4 into 7 into minus 15 ഡിവൈഡഡ് ബൈ 2 into 7. അപ്പൊ എന്ത് വരും, മൈനസ് 8 പ്ലസ് ഓ മൈനസ് റൂട്ട് ഓഫ് 64 പ്ലസ് 420 ഡിവൈഡഡ് ബൈ 14. or minus 8 plus or minus root of 484 divided by 14. അതായത് minus 8 plus or minus root of 484 22 വരും, plus or minus 22 by 14. minus 8 plus 22 by 14 minus 8 minus 22 by 14. ഇതാണ് രണ്ട് സൊല്യൂഷൻസ്. അതായത് 14 by 14 minus 30 by 14. അപ്പോൾ 1ഉം minus 15 by 7ഉം സൊല്യൂഷൻസ് ആവും. അപ്പൊ ഇത് വൈയുടെ സൊല്യൂഷൻ ആണ് കിട്ടിയിട്ടുള്ളൂ. നമുക്ക് ഇനി എക്സിന്റെ സൊല്യൂഷൻ കണ്ടെത്തണം. എക്സിന്റെ സൊല്യൂഷൻ നമുക്ക് അറിയാവുന്നതാണ്, എക്സ് ഇസ് ഈക്വൽ ടു 2 പ്ലസ് വൈ ആണ്. അപ്പൊ വൈയുടെ ഒരു വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 1 എന്ന് പറഞ്ഞ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 2 പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 2 പ്ലസ് 1 3. ഇനി രണ്ടാമത്തെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, 2 പ്ലസ് മൈനസ് 15 ബൈ 7. അപ്പൊ എന്ത് വരും, LCM എടുക്കുക. LCM എടുത്തിട്ട് മൈനസ് ചെയ്യുക. അപ്പൊ മൈനസ് 1 ബൈ 7 വരും. അപ്പൊ സൊല്യൂഷൻ ഇസ് എക്സിന്റെ വൈന്റെ സൊല്യൂഷൻ എന്താ, എക്സ് ഇസ് ഇക്വൽ ടു 3 ആണെങ്കിൽ വൈ ഇക്വൽ ടു 1 ആണ്. എക്സ് ഇസ് ഇക്വൽ ടു മൈനസ് 1 ബൈ 7 ആണെങ്കിൽ വൈ ഇസ് ഇക്വൽ ടു മൈനസ് 15 ബൈ 7. അങ്ങനെ രണ്ട് സൊല്യൂഷൻസ് നമുക്ക് കിട്ടി. ഇങ്ങനെയാണ് അത് ചെയ്യേണ്ടത്. ബുക്കിൽ ചെയ്ത് നോക്കുക, നോട്ട് ബുക്കിൽ. അടുത്ത ക്വസ്റ്റ്യൻ ആണ് പറയുന്നത്, സോൾവ് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 12, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഇക്വൽ ടു 74. അപ്പൊ ഇതില് നമുക്ക് ഫസ്റ്റ് ഇക്വേഷനിൽ നിന്ന് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 12 ആണെങ്കിൽ വൈ ഈക്വൽ ടു 12 മൈനസ് എക്സ് എന്ന് കിട്ടും. അപ്പൊ വൈയുടെ ഇത് വാല്യൂ രണ്ടാമത്തെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ എന്ത് വരും, എക്സ് സ്ക്വയർ പ്ലസ് 12 മൈനസ് എക്സ് ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 74. ഇനി എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ എല്ലാവർക്കും അറിയാം. എക്സ് സ്ക്വയർ പ്ലസ് 144 മൈനസ് 24 എക്സ് പ്ലസ് എക്സ് സ്ക്വയർ, അതാണ് അതിന്റെ എക്സ്പാൻഷൻ, ഈക്വൽ ടു 74. പിന്നെ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ 2x സ്ക്വയർ മൈനസ് 24x പ്ലസ് 70 ഇസ് ഈക്വൽ ടു 0. അതായത് വേണമെങ്കിൽ മൊത്തം ഇക്വേഷനെ വേണമെങ്കിൽ ഒന്ന് 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം, 2 വെച്ച് ഡിവൈഡ് ചെയ്യാം. അപ്പൊ എന്ത് വരും, ഈ 2 ഒക്കെ ഇവിടെ നിന്ന് പൊക്കോളും.
എക്സ് സ്ക്വയർ മൈനസ് 12x പ്ലസ് 35 വന്നോളൂ ഈക്വൽ ടു 0 അത് വരും. ഇനി ഇതിനെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അതേ ഫോമിൽ വന്നിട്ടുണ്ട്. മുകളിലത്തെ ഇക്വേഷൻ വെച്ച് ക്വാഡ്രാറ്റിക് ആണ്, ഇതും ക്വാഡ്രാറ്റിക് ആണ്, രണ്ടും ക്വാഡ്രാറ്റിക് ആണ്. രണ്ടും നമുക്ക് ക്വാഡ്രാറ്റിക് ഫോർമുല അപ്ലൈ ചെയ്യാവുന്നതാണ്. ക്വാഡ്രാറ്റിക് ഫോർമുല അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂസ്, അതായത് ചെയ്ത് നോക്കണം. ഇവിടെ ഇട്ടിട്ടില്ല, ക്വാഡ്രാറ്റിക് ഫോർമുലയും എഴുതിയിട്ടില്ല, ചെയ്ത് നോക്കണം. അപ്പൊ എക്സ് ഇസ് ഇക്വൽ ടു 5 and 7 എന്ന് കിട്ടും. ഈ എക്സിന്റെ വാല്യൂസ് രണ്ടെണ്ണം കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വൈന്റെ വാല്യൂസ് അതുപോലെ കിട്ടണം. എക്സ് 5 ആവുമ്പോ y എന്ന് പറയുന്നത് 12 മൈനസ് 5 വരും 7. ഇനി എക്സ് 7 ആവുമ്പോ y എന്ന് പറയുന്നത് 12 മൈനസ് 7 5 വരും. അപ്പൊ സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്താ, എക്സ് ഇസ് ഇക്വൽ ടു 5 y ഇക്വൽ ടു 7 അതൊരെണ്ണം, എക്സ് ഇസ് ഇക്വൽ ടു 7 y ഇക്വൽ ടു 5 വേറെ ഒരെണ്ണം. ഇപ്പൊ രണ്ട് സൊല്യൂഷൻസ് കിട്ടി. അടുത്തത് സോൾവ് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 5 ആൻഡ് എക്സ് ഇൻറ്റു വൈ ഈക്വൽ ടു 6. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം, എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 5 ആണെങ്കിൽ എക്സ് ഇസ് ഈക്വൽ ടു 5 മൈനസ് വൈ. ഇനി ഇതുകൊണ്ട് ഈ ഇക്വേഷനിൽ രണ്ടാമത്തെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതായത് 5 മൈനസ് വൈ ഇൻറ്റു വൈ ഈക്വൽ ടു 6, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, 5y മൈനസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു 6. ഞാൻ അതിനൊന്ന് റീഅറേഞ്ച് ചെയ്യുക, ക്വാഡ്രാറ്റിക് ആക്കാൻ വേണ്ടി ഒന്ന് റീഅറേഞ്ച് ചെയ്യുക, മൈനസ് വെച്ച് മൊത്തം മൾട്ടിപ്ലൈ ചെയ്യുകയും ചെയ്യുക. അപ്പൊ എന്ത് വരും, y സ്ക്വയർ മൈനസ് 5y പ്ലസ് 6 ഈക്വൽ ടു 0. ഇപ്പൊ ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആയിട്ടുണ്ട്. ഇനി ക്വാഡ്രാറ്റിക് ഫോർമുല അപ്ലൈ ചെയ്യുക. ക്വാഡ്രാറ്റിക് ഫോർമുല അപ്ലൈ ചെയ്ത് നോക്കുക ബുക്കിൽ. അപ്പൊ കിട്ടുന്ന സൊല്യൂഷൻസ് ഇതൊക്കെയായിരിക്കും. y ഈക്വൽ ടു 3ഉം 2ഉം, y ഈക്വൽ ടു 3ഉം 2ഉം കിട്ടിയിട്ടുണ്ടെങ്കിൽ ആദ്യം y 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. y 3 ആണെങ്കിൽ x is equal to 5 minus 3 equal to 2 വരും. y 2 ആണെങ്കിൽ x is equal to 5 minus 2 equal to 3. അപ്പൊ സൊല്യൂഷൻ എന്താ, x is equal to 2ഉം y equal to 3ഉം അതൊരു സൊല്യൂഷനും, x is equal to 3ഉം y equal to 2 എന്ന് പറയുന്നത് വേറൊരു സൊല്യൂഷൻ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, കുറെ ക്വസ്റ്റ്യൻസ് നമുക്ക് ഇങ്ങനെ ജസ്റ്റ് നോക്കാം, എല്ലാം ബുക്കിൽ ചെയ്ത് നോക്കണം, എന്നാലാണ് ഇതിൽ നല്ലൊരു കഴിവ് കിട്ടുള്ളൂ ഇത് സോൾവ് ചെയ്യുന്നതിൽ. സോൾവ് എക്സ് പ്ലസ് വൈ ഇസ് ഇക്വൽ ടു 3 ആൻഡ് എക്സ് ഡിവൈഡഡ് ബൈ വൈ പ്ലസ് വൈ ഡിവൈഡഡ് ബൈ എക്സ് ഇസ് ഇക്വൽ ടു 5/2. അപ്പൊ എക്സ് പ്ലസ് വൈ ഇക്വൽ ടു 3 ആദ്യത്തെ ഇക്വേഷൻ 1 മാർക്ക് ചെയ്തു, രണ്ടാമത്തെ ഇക്വേഷന് 2 മാർക്ക് ചെയ്തു. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്, 2നെ ഒന്ന് നല്ലൊരു ഫോർമുല ആക്കാൻ വേണ്ടി, ഒരു ക്വാഡ്രാറ്റിക് പോലത്തെ ഒരു ഫോർമുല ആക്കാൻ വേണ്ടി 2 ഇൻറ്റു 2xy അത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് ഇവിടുത്തെ 2ഉം ഇവിടുത്തെ എക്സ്, ഡിനോമിനേറ്ററിലെ ടേംസ് ആണ് നോക്കിയിരിക്കുന്നത്, 2ഉം എക്സും വൈയും അത്രയും വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. ആ ഡിനോമിനേറ്റേഴ്സ് ഒക്കെ പോകാൻ വേണ്ടിയാണ് അത് ചെയ്യണത്. അപ്പൊ എന്താവും ഇക്വേഷൻ, 2x സ്ക്വയർ പ്ലസ് 2y സ്ക്വയർ ഇസ് ഈക്വൽ ടു 5xy. ഇനി തേർഡ് ഇക്വേഷൻ മാർക്ക് ചെയ്തു. ഇനി ഒന്നാമത്തെ ഇക്വേഷനിൽ നിന്ന് അറിയാവുന്നതാണ് x is equal to 3 minus y ആണ്. അപ്പൊ എക്സിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, 2 ഇൻറ്റു 3 മൈനസ് വൈ ദ ഹോൾ സ്ക്വയർ പ്ലസ് 2y സ്ക്വയർ ഇസ് ഈക്വൽ ടു 5 ഇൻറ്റു 3 മൈനസ് വൈ ഇൻറ്റു വൈ. എക്സ് എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, 3 മൈനസ് വൈ. ഇനി നമുക്ക് ഇത് a മൈനസ് ബി ദ ഹോൾ സ്ക്വയർ ആണ്, അതിന്റെ എക്സ്പാൻഷൻ എടുക്കുക. അപ്പൊ 2 ഇൻറ്റു 9 മൈനസ് 6y പ്ലസ് വൈ സ്ക്വയർ plus 2y square is equal to 15y minus y square, 5y square. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു, അതാണ് ഇത്. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് y വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു, 5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു, അതാണ് ഈ 15y minus 5y square. ഇനി ഇവിടെ ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാനായിട്ട് 2 ഇൻറ്റു 9 18 മൈനസ് 12y പ്ലസ് 2y സ്ക്വയർ പ്ലസ് 2y സ്ക്വയർ മൈനസ് 15y ഇപ്പുറത്തേക്ക് എടുത്തു, ഇക്വേഷന്റെ ഇപ്പുറത്തേക്ക് എടുത്തു, പ്ലസ് 5y സ്ക്വയർ ഈക്വൽ ടു 0. ഇനി ഇതിനെ എല്ലാവരെയും പറ്റുന്നവരൊക്കെ ആഡ് ചെയ്യുക, സബ്ട്രാക്ട് ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്യുക. അപ്പൊ എന്ത് വന്നു, 2y സ്ക്വയർ പ്ലസ് 2y സ്ക്വയർ പ്ലസ് 5y സ്ക്വയർ അത് 9y സ്ക്വയർ ആയി, മൈനസ് 12y മൈനസ് 15y അത് മൈനസ് 27y ആയി, പ്ലസ് 18 ഈക്വൽ ടു 0. ഇനി ഇതിനെ 3 വെച്ച് നമുക്ക് അരിക്കാൻ പറ്റും, എല്ലായിടത്തും 3ന്റെ ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പൊ 3 വെച്ചൊന്ന് അരിച്ചു നോക്കുക. അപ്പൊ 3 വെച്ചല്ല 9 വെച്ച് പറ്റും, 3 വെച്ച് ചെയ്യേണ്ട ആവശ്യമില്ല, 9 വെച്ച് തന്നെ പറ്റും. കാരണം നോക്കിക്കേ, 9ന്റെ മൾട്ടിപ്പിൾസ് ആണ് എല്ലാം, 9 ഉണ്ട്, 27 ഉണ്ട്, 18 ഉണ്ട്.
9 വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ ഹരിച്ച് കഴിയുമ്പോൾ y² മൈനസ് 3y പ്ലസ് 2 ഈക്വൽ ടു 0 അത് വരും. ഇപ്പൊ ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ ഫോമായി. മറ്റേ മുകളിലത്തെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ തന്നെയാണ്, അത് സോൾവ് ചെയ്യുന്നതിനേക്കാൾ സിമ്പിൾ ആയതുകൊണ്ടാണ് ഈ ഇക്വേഷൻ നമുക്ക് സോൾവ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പൊ ക്വാഡ്രാറ്റിക് ഫോർമുല അപ്ലൈ ചെയ്യുക. അപ്പൊ എന്ത് വന്നു? y ഈക്വൽ ടു പ്ലസ് 3 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 9 മൈനസ് 4 ഇൻറ്റു 1 ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 1. അത് ചെയ്യുമ്പോൾ 3 പ്ലസ് ഓർ മൈനസ് 1/2 വരും. അതായത് വാല്യൂസ് 2ഉം 1ഉം ആണ്. വൈന്റെ വാല്യൂസ് 2ഉം 1ഉം ആണ്. വൈന്റെ വാല്യൂസ് 2ഉം 1ഉം ആകുമ്പോൾ എക്സിന്റെ വാല്യൂസ് എന്താണെന്ന് നോക്കാം. when y equal to 2, x is equal to 3 minus 2 equal to 1. when y equal to 1, x is equal to 3 minus 1 equal to 2. അപ്പോൾ സൊല്യൂഷൻ എന്താ? സൊല്യൂഷൻസ് രണ്ടെണ്ണം വരും, 2ഉം 1ഉം 1ഉം 2ഉം. അതാണ് ഈ ഇക്വേഷൻസിന്റെ സൊല്യൂഷൻ. അടുത്ത പ്രോബ്ലം ചെയ്യാണ്. സോൾവ് x plus y equal to 5 and 2x² minus y² minus 10x minus 2xy plus 28 equal to 0. അപ്പൊ ഇവിടെ x plus y equal to 5 ആണ്. അങ്ങനെയാണെങ്കിൽ y equal to 5 minus x. ഈ y equal to 5 minus x എന്ന് പറയുന്നത് രണ്ടാമത്തെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഇൻ ദ സെക്കൻഡ് ഇക്വേഷൻ വി ഗെറ്റ് 2x² minus 5 minus x² minus 10x minus 2x into 5 minus x plus 28 equal to 0. അപ്പൊ എന്താ ഇക്വേഷൻ? ഇക്വേഷനിൽ a minus b the whole square ഉണ്ട്, അതിന്റെ എക്സ്പാൻഷൻഡ് ഫോം എഴുതണം. അപ്പൊ അത് എഴുതാം. 2x² minus 25 plus 10x. കാരണം എന്താ, ഈ മൈനസ് കോമൺ ആണ്, അപ്പൊ എല്ലാ ടേംസിനും അത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, minus 25 plus 10x minus x² minus 10x minus 10x. അത് ഇവിടെ 2x into 5 ചെയ്തിരിക്കുന്നതാണ്. minus 10x plus 2x² plus 28 equal to 0. ഇനി ഓരോ ടേംസിനേക്ക് നമുക്ക് ആഡ് ചെയ്യുകയും സബ്ട്രാക്ട് ചെയ്യുകയും ചെയ്യാം. അപ്പൊ എന്ത് വരും? 2x² മൈനസ് x² പ്ലസ് 2x². അത്രയും വരുമ്പോൾ എന്ത് വരും? 3x² വരും. ഇനി 10x മൈനസ് 10x മൈനസ് 10x. അപ്പൊ എന്ത് വരുന്നു? മൈനസ് 10x വന്നു. ഇനി മൈനസ് 25 പ്ലസ് 28 പ്ലസ് 3 വന്നു. അപ്പൊ 3x² മൈനസ് 10x പ്ലസ് 3 ഈക്വൽ ടു 0. ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ നമുക്ക് സോൾവ് ചെയ്യാൻ ക്വാഡ്രാറ്റിക് ഫോർമുലയുടെ സഹായം ഉപയോഗിക്കാവുന്നതാണ്. അപ്പൊ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ വെച്ച് സോൾവ് ചെയ്യുമ്പോൾ രണ്ട് വാല്യൂസ് ആണ് കിട്ടുക. x is equal to 3ഉം 1/3ഉം. അങ്ങനെയാണ് എക്സിന്റെ വാല്യൂസ് കിട്ടിയെങ്കിൽ അതിന് വൈന്റെ വാല്യൂസ് കിട്ടാം. കാരണം എന്താ? y equal to 5 minus x ആണ്. അപ്പൊ x is equal to 3, y equal to 5 minus 3, 2. when x is equal to 1/3, y equal to 5 minus 1/3 equal to 14/3. അപ്പൊ സൊല്യൂഷൻ എന്തൊക്കെയാ? ഒരു സൊല്യൂഷൻ x is equal to 3, y equal to 2ഉം വേറെ സൊല്യൂഷൻ x is equal to 1/3ഉം y equal to 14/3ഉം. അടുത്ത പ്രോബ്ലം ആണ്. സോൾവ് x plus 1/y equal to 1 and y plus 1/x is equal to 4. എല്ലാം ടെക്സ്റ്റുവൽ ക്വസ്റ്റ്യൻസ് ആണ്. ഇത് നോട്ട്ബുക്കിൽ ചെയ്യുക. സോൾവ് ചെയ്ത ടെക്സ്റ്റുവൽ പ്രോബ്ലംസ് ആണ്. ഫസ്റ്റ് ഇക്വേഷൻ x plus 1/y equal to 1, അത് 1 ഇട്ടു. y plus 1/x is equal to 4 ഇട്ടു. അത് 4 എഴുതിയത് 2 സെക്കൻഡ് ഇക്വേഷൻ ആയിട്ട് എഴുതി. ഞാൻ പറഞ്ഞു നമുക്ക് എപ്പോഴും ഡിനോമിനേറ്റർ എടുത്ത് കളയണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? ഫസ്റ്റ് ഇക്വേഷനെ y വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. പിന്നെ രണ്ടാമത്തെ ഇക്വേഷനിലെ x എന്ന് പറഞ്ഞ ഡിനോമിനേറ്ററിനെ കളയണം. അപ്പൊ x വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ 2 into x ചെയ്യുക, 1 into y ചെയ്യുക. അപ്പൊ എന്ത് വരും? 1 into y ചെയ്യുമ്പോൾ xy plus 1 equal to y അങ്ങനെ കിട്ടും. 2 into x ചെയ്യുമ്പോൾ xy plus 1 equal to 4x അങ്ങനെയും കിട്ടും. അപ്പൊ പുതിയ രണ്ട് ഇക്വേഷൻസ് കിട്ടും. ഈ പുതിയ രണ്ട് ഇക്വേഷൻസിനെ സബ്ട്രാക്ട് ചെയ്യുക. സബ്ട്രാക്ട് ചെയ്ത് കഴിയുമ്പോൾ എന്ത് വരും? xy 0 ആയി പോകും. xy minus xy equal to 0. 1 minus 1 equal to 0. y minus 4x equal to 0. അതാണ് ഇക്വേഷൻ. പുതിയ ഇക്വേഷൻ y minus 4x is equal to 0.
ദാറ്റ് ഇസ് y ഈക്വൽ ടു 4x എന്ന് എഴുതാം. ഇനി ഇത് കൊണ്ടേ വൈയുടെ വാല്യൂ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഫസ്റ്റ് ഇക്വേഷനിൽ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എക്സ് പ്ലസ് 1/4x ഇസ് ഈക്വൽ ടു 1. ഇതിന്റെ LCM എടുക്കുക. LCM എടുക്കുമ്പോൾ എന്ത് വരും? 4x തന്നെ വരും. അപ്പൊ ഇതെന്താവും? 4x² പ്ലസ് 1 ഡിവൈഡഡ് ബൈ 4x ഇസ് ഈക്വൽ ടു 1 എന്ന് വരും. അപ്പൊ ഡിവൈഡഡ് ബൈ 4x-നെ നമ്മൾ ഇക്വേഷൻ അപ്പുറത്തേക്ക് സൈഡിലേക്ക് പോകുമ്പോൾ അത് ന്യൂമറേറ്ററിലേക്ക് പോകുകയാണെങ്കിൽ മുകളിലേക്ക് പോകും. അതാണ് 4x² പ്ലസ് 1 ഈക്വൽ ടു 4x. ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലായിക്കോളൂ. അത് LCM എടുത്ത് ആഡ് ചെയ്താൽ മതി. ഇനി ഇതിനെ ഇങ്ങോട്ടേക്ക് ഇക്വേഷന്റെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരിക. അപ്പൊ എന്ത് വരും? 4x² മൈനസ് 4x പ്ലസ് 1 ഈക്വൽ ടു 0. ഇതിപ്പോ എന്തായി? ശരിക്കും ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ തന്നെയാണ്. അപ്പൊ ഇതിനെ സോൾവ് ചെയ്യുക ക്വാഡ്രാറ്റിക് ഫോർമുല വെച്ചിട്ട്. ഇതിന് ക്വാഡ്രാറ്റിക് ഫോർമുല വെച്ച് സോൾവ് ചെയ്യുമ്പോൾ ബോർഡ് ഇല്ലാത്തത് കാരണം, ബോർഡിന്റെ സഹായം തേടാൻ പറ്റാത്തത് കാരണം നമ്മൾ ഇത് ആൻസർ ഓൾറെഡി പറയാണ്. നിങ്ങൾ ബുക്കിൽ ചെയ്ത് ഇത് കിട്ടണോ നോക്കണം. ഓക്കെ. എക്സ് ഇസ് ഈക്വൽ ടു 1/2 എക്സ് ഇസ് ഈക്വൽ ടു 1/2 പ്ലസ് ഓർ മൈനസ് 1/2 അല്ല, രണ്ടും പ്ലസ് 1/2 പ്ലസ് 1/2 ആണ്. രണ്ട് വാല്യൂസ് ഉണ്ട്. അപ്പൊ y ഈക്വൽ ടു 4x നമ്മൾ നേരത്തെ ഇവിടെ കണ്ടെത്തിയായിരുന്നു. അപ്പൊ 1/2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 4 × 1/2 ഈക്വൽ ടു 2 വരുന്നു. അപ്പൊ എന്താ? എക്സിന്റെ വാല്യൂസ്, എക്സ് വൈന്റെ വാല്യൂസ് 1/2 ഉം 2 ഉം, വേറൊരു സൊല്യൂഷൻ 1/2 ഉം 2 ഉം. അടുത്ത ഇക്വേഷൻ ചെയ്യാം. സോൾവ് x plus y the whole square plus x plus y minus 6 equal to 0 and x minus y equal to 1. ഇത് നമ്മുടെ ലീനിയർ ഇക്വേഷനും ഉണ്ട്. പിന്നെ ഇതിനെ വേണമെങ്കിൽ നമുക്ക് ക്വാഡ്രാറ്റിക് ആക്കാൻ പറ്റുന്നതാണ്. അപ്പൊ ലീനിയർ ഇക്വേഷനിൽ x minus y equal to 1 ആണ്. അപ്പൊ x is equal to 1 plus y. x is equal to 1 plus y എന്ന് പറയുന്നത് ഫസ്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ 1 plus y plus y the whole square വരും. പിന്നെ 1 plus y plus y minus 6 വരും. വൺ പ്ലസ് വൈ രണ്ട് പ്രാവശ്യം ഉണ്ട്. അപ്പൊ 2y ആയി. 1 plus 2y the whole square plus 1 plus 2y minus 6 equal to 0. ഇതെന്താ? a plus b the whole square ആയി. അതിന്റെ എക്സ്പാൻഡഡ് ഫോം എഴുതാം. 1 plus 4y plus 4y square plus 1 plus 2y minus 6 equal to 0. ഇനി ഒരേപോലത്തെ ടേംസ് ഒക്കെ ആഡ് ചെയ്യുക. 4y square അങ്ങനെ തന്നെ, 4y ഉം 2y ഉം ഉണ്ട്. അപ്പൊ 6y. പിന്നെ 1 plus 1 minus 6 minus 4 equal to 0. ഇനി എല്ലാത്തിലും കോമൺ മൾട്ടിപ്പിൾ ആയിട്ട് 2 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റും. എല്ലാവരും 2 വെച്ച് ഡിവൈഡ് ചെയ്യുക. അപ്പൊ 2y square plus 3y minus 2 equal to 0. ഇതിപ്പോ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആയിട്ടുണ്ട്. ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷന് നമ്മുടെ ക്വാഡ്രാറ്റിക് ഫോർമുല വെച്ച് സൊല്യൂഷൻ കണ്ടെത്തുക. y ഈക്വൽ ടു -3 പ്ലസ് ഓ മൈനസ് റൂട്ട് ഓഫ് 9 പ്ലസ് 16/4. കാരണം a 2 ആണ്, b 3 ആണ്, c -2 ആണ്. അപ്പൊ ഇതിന്റെ സൊല്യൂഷന് 1/2 ഉം -2 ഉം വരും. അപ്പൊ 1/2 ഉം -2 ഉം y ആണെങ്കിൽ x എന്തായിരിക്കും? 1 plus y. So y equal to 1/2 ആവുമ്പോൾ x is equal to 1 plus 1/2 3/2. When y equal to -2, x is equal to 1 minus 2 minus 1. So solutions എന്താ വരിക? x 3/2 ആവുമ്പോൾ y 1/2. x -1 ആവുമ്പോൾ y -2. അങ്ങനെ രണ്ട് സൊല്യൂഷൻസും കിട്ടി. അടുത്ത പ്രോബ്ലം. ഫൈൻഡ് ടു നാച്ചുറൽ നമ്പേഴ്സ് whose sum is 18 and whose product is 72. ഇതൊരു വേർഡ് പ്രോബ്ലം ആണ്. അപ്പൊ നമ്മൾ ഇക്വേഷൻ നമ്മൾ തന്നെ ഉണ്ടാക്കണം. അതിനുള്ള ഒരു കഴിവുണ്ടാവണം. അപ്പൊ അത് വേർഡ് മീനിങ്സ് നോക്കിയാൽ മതി. ഫൈൻഡ് ടു നാച്ചുറൽ നമ്പേഴ്സ് whose sum is 18 and whose product is 72. സം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഡ് ചെയ്യുക, പ്രോഡക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യാണ്. അത്രയും അറിവുണ്ടാവണം. അപ്പൊ നമ്പേഴ്സ് എക്സും വൈ ആണ് സങ്കല്പിക്കുക. ലെറ്റ് us assume that the numbers are x and y. അപ്പൊ x plus y is equal to 18 എഴുതാം. കാരണം അവർ രണ്ടുപേരും സം എന്ന് പറയുന്നത് 18 എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രോഡക്റ്റ് എന്താന്ന് എഴുതിയിട്ട് പറഞ്ഞിട്ടുണ്ട്. പ്രോഡക്റ്റ് 72 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ x into y equal to 72 എന്ന് എഴുതാം. അപ്പൊ സം 18 ഉം
പ്രോഡക്റ്റ് 72 എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഫ്രം ദ ഫസ്റ്റ് ഇക്വേഷൻ ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? എക്സ് ഇക്വൽ ടു 18 - y എന്ന് കിട്ടും. അതുകൊണ്ട് നമുക്ക് രണ്ടാമത്തെ ഇക്വേഷൻ അല്ലെങ്കിൽ എക്സ് വൈ ഇക്വൽ ടു 72 എന്ന് പറഞ്ഞ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 18 - y ഇൻറ്റു y ഇക്വൽ ടു 72. ഇനി ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുക, y വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. അപ്പൊ എന്ത് വരും? 18y മൈനസ് വൈ സ്ക്വയർ മൈനസ് 72 ഇക്വൽ ടു 0. അപ്പൊ അതിനൊരു ക്വാഡ്രാറ്റിക് ഫോം ആക്കാൻ വേണ്ടി മൈനസ് വെച്ച് മൊത്തം മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ വൈ സ്ക്വയർ മൈനസ് 18y പ്ലസ് 72 ഇസ് ഇക്വൽ ടു 0. അപ്പൊ ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ ഫോമിലായിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണം? ക്വാഡ്രാറ്റിക് ഫോർമുല അപ്ലൈ ചെയ്യുക. അപ്പൊ ഈ ഇക്വേഷനിൽ നമുക്ക് അറിയാവുന്നതാണ് എ എന്ന് പറയുന്നത് 1 ആണ്, ബി എന്ന് പറയുന്നത് -18 ആണ്, സി എന്ന് പറയുന്നത് 72 ആണ്. അപ്പൊ അതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. y ഈക്വൽ ടു 18 പ്ലസ് റൂട്ട് ഓഫ് 324 മൈനസ് 4 ഇൻറ്റു 1 ഇൻറ്റു 72 ഡിവൈഡ് ബൈ 2 ഇൻറ്റു 1. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 18 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 36/2, അതായത് 18 പ്ലസ് ഓർ മൈനസ് 6/2. ഇപ്പൊ രണ്ട് ആൻസേഴ്സ് ആണ് വരുന്നത്, 24/2ഉം 12/2ഉം. അതായത് 12ഉം 6ഉം. ക്ലിയർ അല്ലെങ്കിൽ ഞാൻ പറയുന്നത് 12ഉം 6ഉം ആണ്. ഇപ്പൊ വൈന്റെ വാല്യൂസ് 12ഉം 6 ആണ്. അങ്ങനെയാണെങ്കിൽ എക്സിന്റെ വാല്യൂ എന്ത് വരും? y 12 ആണെങ്കിൽ x is equal to 18 - y ആണ്. അപ്പൊ 18 - 12 equal to 6 വരും. y 6 ആണെങ്കിൽ x is equal to 18 - y, 18 - 6 വരും, 12 കിട്ടും. സൊല്യൂഷൻ എന്താ? ഒരു സൊല്യൂഷൻ x is equal to 6ഉം y equal to 12ഉം, വേറെ സൊല്യൂഷൻ x is equal to 12ഉം y equal to 6ഉം. അങ്ങനെ രണ്ട് സൊല്യൂഷൻസും കിട്ടി. അപ്പൊ ഇങ്ങനെയാണ് ഇത് ചെയ്യണത്. അപ്പൊ ഹോംവർക്ക് എന്തായാലും ചെയ്യണം. ഫോളോയിങ് ഇക്വേഷൻ, അതായത് ഇവിടെ ഒരു 18 പ്രോബ്ലംസ് കൊടുത്തിട്ടുണ്ട്. ഇത് നോട്ട്ബുക്കിൽ ഹോംവർക്ക് ആയിട്ട് ചെയ്യുക. ഏതെങ്കിലും ഒരു മെത്തേഡ് നമുക്ക് ഉപയോഗിക്കാം. ഫാക്ടറൈസേഷൻ ഉപയോഗിക്കാം, കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ക്വാഡ്രാറ്റിക് ഫോർമുല ഉപയോഗിക്കാം. ഇത് സോൾവ് ദ ഫോളോയിങ് ഇക്വേഷൻസ് ബൈ എനി വൺ ഓഫ് ദ ഫോളോയിങ് മെത്തേഡ്സ്: ഫാക്ടറൈസേഷൻ, കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ ഓർ ക്വാഡ്രാറ്റിക് ഫോർമുല. ഇത് ചെയ്യുക, ഡൗട്ട്സ് ചോദിക്കുക. ഓക്കെ, താങ്ക് യു.